നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ശേഖരൻ സാറിന്റെ അനുഭവ സമ്പത്ത് കോയമ്പത്തൂരിലെ ബിസിനസിന് ഏറെ ഗുണം ചെയ്യും. സർ, ഇത് എന്റെ അഭിപ്രായം മാത്രം. സാറിന് ഉചിതമായ തീരുമാനം എടുക്കാം. നീ പറഞ്ഞതിലും കാര്യമുണ്ട് രാജു. ശേഖര, ഫാക്ടറിയുടെ ഉത്തരവാദിത്തം നീ ഏറ്റെടുത്ത് നടത്തണം. അതാ നല്ലത്. ശരിയേട്ടാ. അല്ല പ്രതാപ, ഒന്നുകൂടി ഒന്ന് ആലോചിച്ചിട്ട് പോരെ? ഇനി ഇതിൽ ആലോചിക്കാൻ ഒന്നുമില്ല ചേച്ചി. രാജു പറഞ്ഞതാണ് എന്റെ തീരുമാനം. കോയമ്പത്തൂരിലെ ഫാക്ടറിയുടെ കാര്യങ്ങൾ ഇനി മുതൽ ശേഖരൻ നോക്കി നടത്തട്ടെ. സാനിയാണല്ലോ. ഹലോ മോളെ. അമ്മേ, പൂജ തുടങ്ങിയോ? ഇല്ല മോളെ, തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. അമ്മേ, ഞാൻ വിളിച്ചത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനാ. പറ മോളെ. അഖിലിന്റെ റിലേറ്റീവ്സ് ആയ ശ്രീകലയാന്റെയും പരമേശ്വരങ്ങളും അമേരിക്കയിൽ നിന്ന് കേരളത്തിലെത്തിയിട്ടുണ്ട്. അവർക്ക് ഞങ്ങളുടെ വിവാഹത്തിന് വരാനാവാത്തതുകൊണ്ട് അവര് ഞങ്ങളെ കാണാൻ വന്നിരുന്നു. അവരിന്ന് അങ്ങോട്ട് വരുന്നുണ്ട് പൂജയിൽ പങ്കെടുക്കാൻ. ശരി മോളെ, അവര് വന്നോട്ടെ. ശരി. പൂജയിൽ പങ്കെടുക്കാനേ 2 ഗസ്റ്റുകളുണ്ട്. അഖിലിന്റെ ബന്ധുക്കളാ. ഓ, വന്നോട്ടെ. നല്ല കാര്യമല്ലേ? മാഡം ഇവിടെ വന്നേക്കായിരുന്നോ? മാഡം കരയാണോ? എന്താ മാഡം, എന്താ പറ്റി? ഒന്നുമില്ല രാജു. മാഡം, എനിക്ക് മാഡത്തിന്റെ വിഷമം മനസ്സിലാവും. പക്ഷേ രാജുവിനെ ആശ്വസിപ്പിക്കാൻ വന്നതാണോ? അങ്ങനെയാണെങ്കിൽ വേണ്ട രാജു. എനിക്ക് കുറച്ചു നേരം ഒറ്റയ്ക്ക് നിൽക്കണം. രാജു പൊയ്ക്കോ. ഋതിക മാഡത്തിന് വർമ്മ സാറിന്റെ സ്വഭാവം അറിയാലോ. എല്ലാം അറിഞ്ഞുകൊണ്ട് മാഡം എന്തിനാ ഇങ്ങനെ വെറുതെ വിഷമിക്കുന്നത്? സാനിയ മാഡത്തിന്റെ വിവാഹം നടന്നത് മാഡത്തിന്റെ കൃത്യമായ ഇടപെടൽ കൊണ്ട് മാത്രമാണ്. മാഡം, ചില സാഹചര്യങ്ങൾ അങ്ങനെയാണ്. നമ്മൾ എത്രയൊക്കെ നല്ലത് ചെയ്താലും അത് ആർക്കും മനസ്സിലാവില്ല. പക്ഷെ നാളുകൾ നമ്മൾ ചെയ്തതിന്റെ ഫലം നമുക്ക് തരും. സാനിയ മാഡത്തിന്റെ വിവാഹം നടന്നതിന്റെ പിന്നില് മാഡം മാത്രമാണെന്നുള്ള കാര്യം എനിക്ക് മാത്രമല്ല അറിയൂ. എനിക്ക് എല്ലാം വർമ്മ സാറിനോട് തുറന്ന് പറയണമെന്നുണ്ട്. മാഡം വാ, ഞാൻ വർമ്മ സാറിനോട് നടന്നെല്ലാം തുറന്നു പറയാം. അങ്ങനെയെങ്കിലും സാറിന് മാഡത്തിനോടുള്ള ദേഷ്യം മാറുന്നെങ്കിൽ അങ്ങ് മാറട്ടെ. വേണ്ട രാജു, അത് വേണ്ട. ഞാൻ രാജുവിനെ സഹായത്തിന് വിളിച്ചതും റിസ്ക് എടുത്തതും എനിക്ക് അച്ഛന്റെ മുന്നിൽ സൽപ്പേര് വാങ്ങാനല്ല. സാനിയയുടെ വിവാഹം നന്നായി നടക്കാന്, അതിനു വേണ്ടി മാത്രം. രാജു പൊയ്ക്കോളൂ. എനിക്ക് അച്ഛനെ ഫേസ് ചെയ്യാനുള്ള ധൈര്യമില്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.